വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ കുഞ്ചാട്ടുകര ജംഗ്ഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ ഒരു 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കളർ കോമ്പിനേഷനാണ് ഈ ഒരു വില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സ്ക്വയർ ട്യൂബ് വർക്കുകളും സിലിണ്ടറിക്കൽ ആൻഡ് സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്താണ് ഫ്രണ്ട് എലിവേഷൻ വന്നിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെ മനോഹരമായിട്ട് തന്നെയാണ് വീടിന്റെ ഇന്റീരിയറും ചെയ്തിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ജാളി വർക്കും 1 വേ ലൈറ്റും കൊടുത്തിട്ടാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ 2 സൈഡിലും ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 5.7 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന്റെയും സിറ്റ് ഔട്ടിന്റെയും സീലിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വീടിന്റെ വോളിൽ ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിന്റെ കോമ്പൗണ്ട് വാളും ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റും ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആയിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും സിങ്ക് വെക്കാനും വാട്ടർ കണക്ഷനുള്ള പോയിന്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഹാഫ് പോർഷനോളം ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ബാക്കിയുള്ള പോർഷൻ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഷൂറാക്ക് ചെയ്യുകയാണെങ്കിൽ 6-7 പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ട് വുഡിന്റെ തന്നെ ഹാൻഡിൽ നൽകി പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് 10 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഒരു വലിയൊരു കോർണർ സോഫ തന്നെ നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലായി നോർത്തിലേക്ക് താഴെയായിട്ട് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്ത് പെർമനന്റ് ഗ്ലാസ് വിൻഡോയുമാണ് വരുന്നത്. ഈ ഒരു വോളിലേക്ക് വന്നാൽ മുകൾ ഭാഗത്ത് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. വാളിലും ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് പോർഷനിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇരു ഭാഗങ്ങളിലും അത്യാവശ്യം ഡക്കർ സ്പേസും താഴെ സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകി വുഡൻ ഫിനിഷിലാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്.
ടി വി യൂണിറ്റിൻ്റെ മുകൾ ഭാഗത്ത് ക്രീം കളറിലുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകി ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ടി വി യൂണിറ്റിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെ ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷനിൽ അത്യാവശ്യം ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ച് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ടീഷനെ കണ്ടിന്യൂ ചെയ്ത് ഒരു പാനലിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷിൽ തന്നെയാണ് അതും വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വോളിൽ ടി വി യൂണിറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ടെക്സ്ചർ വർക്കുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. 14 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് ഭംഗിയാക്കാവുന്നതാണ്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിലും സെയിം ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകി ഭംഗിയുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ടവൽ റാഡും ഒരു ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചർ വർക്ക് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വിഗാർഡിൻ്റെ വയേഴ്സും വിഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പാണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 9.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് തന്നെയാണ് വരുന്നത്. 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. താഴെയായിട്ടും മുകളിലായിട്ടും ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഭംഗിയുള്ള ഹാൻഡിലും കൊടുക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഈ ഒരു കിച്ചണിലും നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ലൈറ്റ്സ് നൽകി, കൂടാതെ ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ 2 സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലുപ്പമുള്ള ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റമാണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേഷനും നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ തന്നെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് ലൈറ്റ്സും നൽകിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ലൈറ്റ് കൊടുത്ത് ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലുപ്പമുള്ള ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷിംഗ് സിസ്റ്റവും ഡൈവേർട്ടറുമാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ.
സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിനോട് ചേർന്ന് താഴെ മുകളിലുമായിട്ട് 2 പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോയോട് ചേർന്ന് താഴെയായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈസ്റ്റിലേക്കാണ് ഈ ഒരു ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫ്ലൈറ്റിനോട് ചേർന്ന് താഴെയും മുകളിലുമായിട്ട് ജാളി വർക്കും നൽകിയിട്ടുണ്ട്. ഇതും ഈസ്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നന്നായി നാച്ചുറൽ ലൈറ്റ് നമുക്ക് വീടിനുള്ളിലേക്ക് ലഭിക്കുന്നതാണ്. സ്റ്റെയർ കയറി നമ്മൾ വന്നെത്തുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു വോളിലും ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്ന അതേ പാറ്റേണിലുള്ള ടെക്സ്ചർ വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് ലിവിംഗ് പോർഷൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയും ഹാൻഡ് റെയിൽ MS-ഉം വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഫോൾ സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിനും 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലിയ 2 വിൻഡോയും കൂടാതെ ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബാണ്. കൂടാതെ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റും ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ സിലിണ്ടറിക്കൽ ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലുപ്പമുള്ളൊരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. വാൾ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ സീലിംഗ് ലൈറ്റ്സ് കൊടുത്ത് ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വലുപ്പമുള്ള ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിലും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 10 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 14 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് SS-ഉം ഗ്ലാസും ഉപയോഗിച്ചാണ് ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബിലുള്ള ഒരു പാർട്ടീഷനാണ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിക്ക് മാറ്റ് ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഊഞ്ഞാലോ ഒരു ഇൻഡോർ ഗാർഡനോ ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, ചാർട്ടർ സ്കൂളിലേക്ക് 2.9 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.